മന്ത്രി ജി ആർ അനിൽ നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ ജി ആർ അനിൽ, ഈ സാഹചര്യം താങ്കൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. 16 വയസ്സുകാരനായ കുട്ടിയുടെ മരണം, അത് മരിച്ചത് മാർച്ച് 5-ന് ട്രെയിൻ തട്ടി മരിച്ച മൃതദേഹം ഈ കുട്ടിയുടേതായിരുന്നെന്ന് ഇന്നാണ് തിരിച്ചറിയുന്നത്. മാസങ്ങൾക്കിപ്പുറം ആ കുട്ടിയുടെ സുഹൃത്ത് വെളിപ്പെടുത്തുകയാണ് അന്ന് ട്രെയിൻ തട്ടി മരിച്ചത് അഭിജിത്താണ് എന്ന്. ആ കുടുംബത്തിന് സ്വാഭാവികമായ സംശയമുണ്ട്, എന്തുകൊണ്ട് ഈ വിവരം ഇത്ര നാൾ പുറത്തു വന്നില്ല എന്ന്. പോലീസിനോട് അന്വേഷിക്കുമ്പോൾ 1 മാസം കാത്തിരുന്നു, അജ്ഞാത മൃതദേഹമെന്ന് കരുതി ഞങ്ങൾ 1 മാസത്തിന് ശേഷം സംസ്കരിച്ചു. അവിടെ തന്നെ ആ കുടുംബത്തോട് മോശമായ പരാമർശം നടത്തിയിട്ടുണ്ട് പോലീസുകാർ. അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഗുരുതരമായ വീഴ്ച വന്നു. മാത്രമല്ല, ആ സുഹൃത്തിനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ കുടുംബത്തിന് വലിയ സംശയങ്ങളുമുണ്ട്. ഈ കാര്യങ്ങൾ ആ കുടുംബം തന്നെ നേരിട്ട് ഞങ്ങളുടെ ക്യാമറയിൽ ഞങ്ങളുടെ റിപ്പോർട്ടറോട് പറയുകയായിരുന്നു. അവിടെ ഇടപെട്ടാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ തടസ്സപ്പെടുത്തുന്നത്. കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം അതിൽ ഉൾപ്പെടുത്തണമെന്ന്. അഭിജിത്ത് മരിച്ചാൽ അഭിജിത്തിന്റെ അച്ഛനോടും അമ്മാവനോടുമല്ലേ ചോദിക്കുന്നത്, കോൺഗ്രസ് നേതാവിനോടല്ലല്ലോ. അതെ, ഈ സംഭവം ഇപ്പോൾ കേൾക്കുന്ന സംഭവങ്ങൾ വളരെ നിർഭാഗ്യകരമാണ്. അഭിജിത്തിന്റെ കാണാതായ സംഭവത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ബന്ധപ്പെട്ട പ്രതികളെ കണ്ടെത്താനും ആ വിഷയങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് ഞാൻ നിവേദനം കൊടുത്തതാണ്. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയാണ് അഭിജിത്തിന്റെ മരണത്തെ സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അതിന്റെ അന്വേഷണം ഗൗരവമായി എടുക്കാനും അതിന് ഉത്തരവാദികളായിട്ടുള്ള പ്രതികളെ കണ്ടെത്തുകയും വേണം. എന്നാൽ ഇവിടെ 24 ന്യൂസിന്റെ അതുമായി ബന്ധപ്പെട്ട് മാധ്യമ സുഹൃത്തുക്കളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത്. നിർഭാഗ്യകരമായ സംഭവമാണ്. ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് അംഗീകരിക്കാനോ നീതീകരിക്കാനോ കഴിയുന്ന കാര്യമല്ല. പ്രത്യേകിച്ചും ഈ കോൺഗ്രസ് നേതാവെന്ന് പറഞ്ഞ ആള് നിരന്തരമായി മാധ്യമ സുഹൃത്തുക്കളോടും മറ്റാളുകളോടും പെരുമാറുന്ന രീതിയെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ, വാർത്തകൾ കേൾക്കാൻ ഇടയാകുന്നുണ്ട്. അത് വളരെ വളരെ മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് എന്നുള്ള കാര്യം ഈ അവസരം സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി, ഈ മരണവും അതുമായി ബന്ധപ്പെട്ട പരാതികൾ അല്ലെങ്കിൽ ദുരൂഹത, ഇക്കാര്യങ്ങളിലൊക്കെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ ഇടപെടുന്നതാണല്ലോ. പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അന്വേഷണം കാര്യക്ഷമമായി നടക്കണമെന്ന് ആവശ്യപ്പെട്ട് ചിലപ്പോൾ പ്രത്യക്ഷ സമരത്തിലേക്ക് വരെ പോകാറുണ്ട്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി, അതും ആ കുട്ടിയുടെ കുടുംബത്തിൻ്റെ പ്രതികരണം എടുത്തു, അതിനപ്പുറത്തേക്ക് തൻ്റെ പ്രതികരണം വേണമെന്നൊരു രാഷ്ട്രീയ നേതാവ് ആവശ്യപ്പെടുക, അതൊരു മോശം സംസ്കാരമല്ലേ, രാഷ്ട്രീയ സംസ്കാരമല്ലേ അത്? അത്തരം സംസ്കാരങ്ങളാണല്ലോ ഇപ്പോൾ കോൺഗ്രസിന്റെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അത് കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത്. എന്തായാലും നമ്മുടെ നാടിന് യോജിച്ച ഒരു പ്രവൃത്തിയല്ല മാധ്യമങ്ങളെ കൈയേറ്റം ചെയ്യുന്ന രീതി. ആ രീതിയെ ഒരു തരത്തിലും അനുകൂലിക്കാനോ ന്യായീകരിക്കാനോ കഴിയുന്ന കാര്യമല്ല. നന്ദി. ശ്രീ മന്ത്രി ജി ആർ അനിലാണ് ഇപ്പോൾ പ്രതികരിച്ചത്.